ഹായ്, നമ്മളൊരു കാര്യം ചെയ്യാനാണെങ്കിൽ 100 തവണ ആലോചിക്കും. ഇനിയിപ്പോൾ അതൊരു വീട് വാങ്ങുന്ന കാര്യമാണെങ്കിൽ 1000 തവണ ആലോചിക്കും. അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ നമുക്കിന്ന് മാറ്റാം. ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് മിസ്റ്റർ എൽദോ എബ്രഹാം, ജനറൽ മാനേജർ ഓഫ് സിന്തൈറ്റ് റിയാലിറ്റി. സർ, വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. സാർ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് വർഷമായി, ഓൾമോസ്റ്റ് 13 ഇയേഴ്സ്. ഈ ഒരു ജേർണിയിൽ ഹൗ ഡു യു ഫീൽ? ഈ സിന്തൈറ്റ് റിയാലിറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയായിരിക്കും? സിന്തൈറ്റ് റിയാലിറ്റി അല്ല, റിയൽ എസ്റ്റേറ്റിലെ ജേണി തന്നെ ഒരു റോളർ കോസ്റ്ററാണ്. നമ്മുടെ എക്കണോമിയിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഹിറ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ബൂം വന്നാലും ക്രാഷ് വന്നാലും ആദ്യം ഹിറ്റ് ചെയ്യുന്ന സംഭവം റിയൽ എസ്റ്റേറ്റാണ്. കാരണം നമ്മൾ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് നെസസിറ്റി ഓഫ് ലൈഫ്, അത് ഷെൽട്ടർ, ആ ഷെൽട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നമ്മുടെ ഹോംസിൻ്റെ എണ്ണം കൂടുന്നില്ല, അല്ലെങ്കിൽ ഹൗസസിൻ്റെ എണ്ണം കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഹിറ്റ് വന്നാലും ഡിമാൻഡ് എപ്പോഴും ഉണ്ടാവും. ആ ഡിമാൻഡ് പ്രൈസിലാണ് ഹിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരു എക്കണോമിക് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ചിലപ്പോൾ ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് ഡൗൺ ആയിരിക്കും. എന്ന് തന്നെയായാലും ലൊക്കേഷൻ നല്ലതാണെങ്കിൽ ഏത് ക്രൈസിസ് വന്നാലും പ്രൈസ് ഡിമാൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഡിമാൻഡ് അവിടെ എന്തായാലും ഉണ്ടാവും. പിന്നെ സിന്തൈറ്റിലെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 13 ഇയേഴ്സ് ആയി. ഞാനിവിടെ ജോയിൻ ചെയ്ത അസിസ്റ്റൻറ്റ് മാനേജറായിട്ടാണ്. ഞാനിപ്പോൾ ജനറൽ മാനേജറാണ്. അതിനു മുമ്പ് IT പ്രൊഫഷണൽ. ഞാൻ IT ആയിരുന്നു. IT പ്രൊഫഷണൽ പെട്ടെന്ന് സിന്തൈറ്റ് റിയാലിറ്റി ഒരു ബിൽഡർ ഫീൽഡിലേക്ക്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കരിയറിൽ സെയിൽസ് എല്ലാം സെയിൽസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഹിറ്റ് വന്ന പോലെ തോന്നിയില്ല. ഇത് വന്ന പോലെ തോന്നിയില്ല. ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിലെ ഒരു കാവോയ്സിൽ നിന്ന് കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു നല്ല എയർ, നല്ല വെള്ളം, പിന്നെ ഞങ്ങളെപ്പോലെ നല്ല ആൾക്കാർ, അങ്ങനെ വന്നുകൊണ്ട് ഇത്തിരി നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സിന്തൈറ്റിലായാലും ഞങ്ങളുടെ വർക്ക് ഫോഴ്സ് എല്ലാം ഞങ്ങളുടെ ഫാമിലി പോലെ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ലോങ് റണ്ണേഴ്സാണ് സിന്തൈറ്റിൽ. ഞങ്ങളുടെ റിയൽറ്റിയിലുള്ളത് എല്ലാവരും തന്നെ ലോങ് റണ്ണേഴ്സാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും ജൂനിയേഴ്സിൽ ഒരാളായിരിക്കും. ഞാൻ 13 വർഷമുള്ള ഞാൻ ഏറ്റവും ജൂനിയേഴ്സിൽ ഒരാളായിരിക്കും. ഇതിവിടെയുള്ള 20 വർഷം, 22 വർഷം, 25 വർഷമുള്ളവരുണ്ട് ഞങ്ങളുടെ ഫാമിലിയുണ്ട്. ഓക്കെ സാർ, ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എങ്ങനെയാണ് സിന്തൈറ്റ് റിയാലിറ്റിയുടെ ആ ഒരു കസ്റ്റമർ ജേണി? അതായത് നമ്മളൊരു നോർമലി ഒരു കസ്റ്റമർ സെയിൽസ് സൈക്കിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിൽ ഒരാളെ കൺഫേം ചെയ്ത് നമ്മൾ റിസിപ്റ്റ് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ സെയിൽ ക്ലോഷർ ചെയ്ത സമയത്ത് നമ്മൾ അവരോട് പറയുന്നത് വെൽക്കം ഓൺ ബോർഡ്, വെൽക്കം ടു സിന്തൈറ്റ് ഫാമിലി എന്നാണ്. അപ്പോൾ നമ്മളത് പറയുന്നത് ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട്, നമ്മൾ വി മീൻ ഇറ്റ്. അപ്പോൾ അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിലേക്ക് തന്നെയാണ്. അപ്പോൾ സിന്തൈറ്റ് ഫാമിലിയിൽ അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇത് ചോദിച്ച പോലെ തന്നെ നമ്മൾ വി ആർ എമംഗ് ദം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട് ഞങ്ങൾ പണിത് കൊടുക്കുന്നത് മാത്രം, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഞങ്ങൾ പണിയുന്നത്. നമ്മുടെ സ്റ്റാഫിനോടായാലും നമ്മൾ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ സ്വന്തം വീട് എങ്ങനെയാണ് പണിയുന്നത് ആ ഒരു കെയറിൽ ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് മനുഷ്യൻ പണിയുന്ന വീടുകളാണ്, അപ്പോൾ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ നെറ്റിവിറ്റീസ് ഉണ്ടാവും. പക്ഷേ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും അവർ ഓൺ കോളിൽ ഞങ്ങളുണ്ട്. ആ ഒരു കസ്റ്റമറിന് ഒരു ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. നോർമൽ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അല്ല റിയൽ എസ്റ്റേറ്റിൽ വീട് വിൽക്കുക. കാരണം ഒരാളുടെ ഡ്രീം ഹോമാണ്. ഒരു വീട് പറയുമ്പോൾ നമ്മൾ ഡ്രീം ഹോം എന്ന് പറയും. നമ്മൾ കോസ്മെറ്റിക്സ് ഡ്രീം കോസ്മെറ്റിക് എന്ന് പറയില്ല, വീട് മാത്രമേ ഡ്രീം ഹോം എന്ന് പറയുള്ളൂ. പിന്നെ ഒരു ഡ്രീം കാർ എന്ന് പറഞ്ഞാൽ ആ കാർ 5 വർഷം കഴിഞ്ഞ് വിറ്റ് കളയാം. സോ ഇറ്റ്സ് നോട്ട് എ ഡ്രീം കാർ. പക്ഷെ ഹോം എപ്പോഴും ഡ്രീം ഹോമാണ്. ഒരുപാട് ഇമോഷൻസും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു അതെ അതെ. കാരണം നമ്മളൊരു വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ സമയവും നമ്മുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ വീട്ടിലെ ഭിത്തികളാണ്. നമ്മുടെ വീട്ടിലായിരിക്കും നമ്മുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ വരും. നമ്മൾ ദേഷ്യപ്പെടുന്നതായാലും നമ്മൾ സ്നേഹിക്കുന്നതായാലും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ വീട്ടിലാണ് ഇമോഷൻസ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ മണമുള്ളത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനൊരു ചെറിയ കംപ്ലയിൻറ്റ് വന്നാലും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതിനാ ഒരു ഹാൻഡ് ഹോൾഡിങ് ആഫ്റ്റർ സെയിൽസിൽ ഞങ്ങളിപ്പോൾ ഓവർ ദീസ് ഇയേഴ്സ് വി ബീൻ സപ്പോർട്ടിങ് അവർ ക്ലയൻറ്റ്സ്. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചോളം പൈസ തരിക, വീട് വാങ്ങിക്കുക, കമ്പനി സ്കൂട്ടാവുക, അങ്ങനെയല്ല. പൈസ തന്നു, വീട് വാങ്ങി, ഞങ്ങൾ അവരുടെ കൂടെയുണ്ട്. അതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രോമിസ്. സിന്തൈറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് റമദ, റിവേറ സ്യൂട്ട് ഒക്കെയാണ്. റിവേറ സ്യൂട്ട് ഈസ് വൺ ഓഫ് ദ ഐക്കോണിക് ബിൽഡിംഗ് ഇൻ കൊച്ചി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ ഉണ്ടായിട്ട് സിന്തൈറ്റ് റിയാലിറ്റി ഇപ്പോഴാണ് ലൈം ലൈറ്റിലേക്ക് വരുന്നത്. വൈ? ടിപ്പിക്കലി നമ്മൾ 1992 റിവേറ സ്യൂട്ട്സ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2006 സമയത്തേക്ക് സ്പൈസ് വില്ല എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് കോലഞ്ചേരിയിൽ ആദ്യം ലോഞ്ച് ചെയ്തത്.
അത് ആദ്യം ലോഞ്ച് ചെയ്ത് സീനിയർ ലെവൽ സ്റ്റാഫിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള ഒരു ആംഗിളിലാണ് തുടങ്ങിയത്. പക്ഷേ സംഭവം ടച്ച്വുഡ് അത് ഒരു മാസം കൊണ്ട് നമ്മുടെ പ്രോജക്റ്റ് സോൾഡ് ഔട്ടായി. പിന്നെ അന്ന് മുതൽ ടിൽ ഡേറ്റ് മോസ്റ്റ്ലി ഇപ്പോൾ ഈ പിമെൻറ്റോ ഗാർഡൻ എന്നൊരു പ്രൊജക്റ്റിൽ പോലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്നേക്കുന്നത് റെഫറൻസ് സെയിൽ വഴിയാണ്. അതായത് ഇപ്പോൾ ഗീതു ഞങ്ങളുടെ ഒരു വീട് വാങ്ങുന്നുണ്ടെങ്കിൽ ഗീതുവിൻ്റെ ഹൗസ് വാമിങ്ങിന് വരുന്നവർ, അല്ലെങ്കിൽ ഗീതുവിൻ്റെ റെഫറൻസിലുള്ളവർ, ഗീതുവിൻ്റെ റിലേഷൻ, ഫ്രണ്ട്സ്, ഇവരാണ് ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റിലേക്കുള്ള ക്ലയൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്യം തീരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഐ ബീൻ ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫോർ 13 years. എന്നോട് ഗീതു ചോദിക്കുക എവിടെയാണ് സാർ സിന്തേൻ്റെ ഹോർഡിംഗ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 ഹോർഡിങ്ങേ ഉള്ളൂ. എവിടെയൊക്കെയാണ് സാർ ആ 2 ഹോർഡിംഗ്? ഒന്ന് നമ്മുടെ കടവന്തര പാലത്തിൻ്റെ അടുത്തുണ്ട്, ഒന്ന് വെണ്ണല എടുത്തോർന്നു. ഈ 2 ഹോർഡിംഗ് അല്ലാതെ ഈ 13 years ഒന്ന് തിരുവാങ്കുളത്ത് ഓർമ്മയുണ്ടായിരുന്നു. അല്ലാതെ ഈ 13 വർഷത്തിൽ ഞങ്ങൾക്ക് വേറെ ഹോർഡിംഗ് ഇല്ല. ഞാൻ ചലഞ്ച് ചെയ്യാം, വേറെ ഏത് ബിൽഡറിൻ്റെ അടുത്ത് സെയിൽസിൻ്റെ അടുത്ത് ചോദിച്ചോ, അവർക്ക് ഇങ്ങനെ എണ്ണി തീരാത്ത ഹോർഡിങ്സ് ഉണ്ടാവും. ഈ 13 വർഷം നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തിരിക്കുന്നത് 2 പ്രാവശ്യം, അത് പ്രോജക്റ്റ് ഹാൻഡിങ് ഓവറിന് വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് ഈ ലൈം ലൈറ്റിന് വരേണ്ട ആവശ്യം വരുന്നത് എപ്പോഴാണ്? വെൻ വി ഹാവ് ടു അഡ്വർടൈസ്. ഞങ്ങൾക്ക് പക്ഷേ കൂടുതലും വന്നേക്കുന്ന റെഫറൻസ് ചെയ്ത് വേർഡ് ഓഫ് മൗത്ത്, അല്ലെങ്കിൽ സിന്തൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ അറിയാവുന്നവർ, അങ്ങനെ വരുന്നവരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം പരസ്യത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തൈറ്റിന് റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. അപ്പോൾ സിന്തൈറ്റിന് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന പ്രോജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ സിന്തൈറ്റിന് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, വി ആർ ഇൻ ദിസ് ഫീൽഡ് ഫ്രം 1992, ഞങ്ങളിങ്ങനെ ഒരു നിഷ് കസ്റ്റമേഴ്സ് എക്സ്ക്ലൂസീവ് ഹോംസാണ് ചെയ്യുന്നത് എന്നുള്ളത് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്നത്, നോട്ട് ഫോർ സെയിൽസ്.